നിങ്ങളെത്തിയാ? ശൗര്യാരി പുണ്യാളുടെ കൃപ കൊണ്ട് ഞങ്ങൾ ഒരുവിധം രക്ഷപ്പെട്ടു എന്റെ കുരുവിയെ. അതെ കുരുവേട്ടാ, കുട്ടേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയുള്ളൂ. എന്റെ ഇപ്പൊ നിങ്ങൾ എവിടെ പോയാലും പ്രശ്നമാണല്ലോ. വേറെ എവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായേ? അന്ന് നമ്മൾ രണ്ടാളും കൂടിയിട്ട് വിശുദ്ധനാട് കാണാൻ പോയത് ഓർമ്മണ്ട? ആ കഥ നീ എന്നെ വെറുതെ ഓർമ്മിപ്പിക്കാതിരിക്കട്ടോ. അതുപോലെയാണ് കുരുവേട്ടത്. ശരിക്കും ഇപ്പൊ എന്തുണ്ടായേ? പാലക്കാട് പോയത് എന്തിനാണെന്ന് നിനക്കറിയാലോ? ഇല്ല, പാലക്കാട് പോയെന്നുള്ള എന്തിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിയില്ലേ? അവിടെ ഉക്രൂന്റെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കണേ. അപ്പൊ അവിടെ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പനാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോയതാ ഇളയപ്പൻ. അല്ല, നിങ്ങളപ്പൻ എന്നെ വിളിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ. എന്നിട്ട് പോയ കാര്യം എന്തായി അത് പറ. മോന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തു, അത്ര തന്നെ. എന്തിനാ അതിന് പാലക്കാട് വരെ പോയത്? മോന്റെ കൂടെ സെൽഫി എടുക്കണേ വീട്ടിലെടുത്താ പോരെ? അല്ലാണ്ട് ഞാൻ എന്തുണ്ടാ ചെയ്യാ? മറ്റുള്ള നടന്മാരെ ഒന്ന് കാണാൻ പോലും കിട്ടണില്ല. അവര് നേരെ ഒന്ന് കാണാൻ നിന്ന് തരണ്ടേ? അവരെ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കേറിയിരുന്ന് ആ റൂമിന്റെ വാതിലങ്ങണ്ട് അടയ്ക്കും. ഒരു വണ്ടിയില്ലേ, എന്താ അതിന്റെ പേര്? കോരമാൻ. കോരമാൻ എന്നല്ല, ഇതുപോലെ സമയമുള്ള ഒരു പേരാണ്. നമ്മുടെ പുത്രൻ മാത്രം പുറത്ത്, അവന് കോരമേനില്ല. അതിനിപ്പോ എത്ര ഉറുപ്പ് വരും? എല്ലാവർക്കും നമുക്ക് അവനൊന്ന് വാങ്ങിക്കൊടുക്കാന്നേ. നല്ല വിഷമുണ്ട് എന്റെ കുട്ടിക്ക്. നമുക്ക് പ്രാഞ്ചിയോട് പറഞ്ഞിട്ട് സെക്കൻഡ് കിട്ടും നോക്കാം. അല്ല നിങ്ങൾ പോയ കാര്യം എന്തായി അത് പറ. അത് ഓർമ്മിപ്പിക്കാതിരിക്കുക കുരുവി നല്ലത്. ആ വേറെ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. ഫോൺ വിളിച്ച് ഭാസ്കരൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ കാട്ടാന്റെ മുന്നിൽ പെട്ടു എന്നറിഞ്ഞത്. പിന്നെ ഡെയ്സി ടിവിയിൽ കണ്ടു പറഞ്ഞു. ടിവിയിൽ ഞങ്ങളൊക്കെ വന്നോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശവി, ഇപ്പൊ എന്തായി? നിന്റെ മുഖം മറ്റുള്ളവർ കണ്ട പ്രാന്താവില്ലടാ. ആ ഇളയപ്പന്റെ മുഖം കാണണം, ഒരു തുള്ളി ചോരണ്ടായിരുന്നല്ലേ മുഖത്ത്. അത് പിന്നെ ഇല്ലാണ്ടിരിക്കൂടാ, കാട്ടാന്റെ മുന്നിലല്ലേ ചെന്ന് പെട്ടിരിക്കണ. ഞാൻ തൃശ്ശൂർ പൂരത്തിനെ ആനേരം മുമ്പിൽ ചെന്നിട്ട് ആ തുമ്പിക്കൈമ പിടിച്ചിട്ടേ ഇങ്ങനെ നിൽക്കും. അന്നൊന്നും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. ഇത് കാട്ടാനിന്റെ ശൈത്താനെ. കുരുവേട്ടാ, കാട്ടാനകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞേ ഇല്ല. വണ്ടിയൊക്കെ ബ്ലോക്കായിട്ട് അങ്ങനെ നിന്നപ്പോ ഞങ്ങൾ വല്ല ആക്സിഡന്റ് ആണെന്ന് വിചാരിച്ച ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നതാണേ. എന്നിട്ട് ആൾക്കാരൊക്കെ കൂടി കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചത് പോലീസിൽ അത്തിചാർജ് ആവുന്ന. ഈ ആനേനെ കണ്ടിട്ടാണെന്ന് ആർക്കറിയാ? എല്ലാവരും പിറകില്, ഞാനും ഇളയപ്പനും 3 ആനകളും മുഖത്തോട് മുഖം. ജീവനൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഇല്ലടാ, ഇവറ്റ കാട്ടീന്ന കുറ്റിയും പറിച്ചു വരണേന്ന് ഞങ്ങൾക്ക് അപ്പൊ അറിയില്ലല്ലോ. ആരോ വിളിച്ചു പറയണ്ടായിരുന്നു കാട്ടാനകളാണ് ഓടിക്കോളാൻ. അപ്പൊ ഇളയപ്പന്റെ ഒരു ഓട്ടം കാണണ്ടേ? നമ്മുടെ ഉസൈൻ ബോൾട്ടില്ലേ, അയാളെ തോൽപ്പിക്കും. അങ്ങനെയുള്ള ഓട്ടല്ലേ ഇപ്പൊ ഓടിയത്. കാട്ടാന ചവിട്ടിട്ടുണ്ടാവുന്ന ശവം കണ്ടാലേ വലിയ സുഖം. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുന്നംകുളം ടൗണിൽ കാട്ടാനിറങ്ങി. നമ്മുടെ വർഗീസന്റെ കട ചവിട്ടി പൊളിച്ചു. ടൗണിൽ ആകെ ഭീകര അന്തരീക്ഷം. ഞാൻ പോണങ്ങട്, നിങ്ങ വരണ്ട. അല്ല നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യോ, കുട്ടികളെ വീട്ടുള്ളൂ, ഞാനങ്ങട്. അല്ല, ഇനി കാട്ടാനന്റെ കുത്തുകൊള്ളാൻ നമ്മള് പോണോ? അവര് പോട്ടെ, എന്താ 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 നല്ലു കണ്ണ്? എന്താ അങ്ങോട്ട് നോക്കാം.
അത് നമ്മുടെ ഔസപ്പന്റെ അവിടുത്തെ വൈക്കോക്കുഞ്ഞല്ലേ? ഉറപ്പാണത്? പിന്നെ ഒന്നും കൂടി നോക്കത്. അതേനേ വൈക്കോക്കുഞ്ഞത്. എന്താ അറിയടാ, എനിക്കിപ്പോ എന്ത് കണ്ടാലും ആനയെന്ന് തോന്നുക. എന്തുണ്ണി കാട്ടിൽ കിടക്കണ ആനയൊക്കെ നാട്ടിൽ ഇറങ്ങി വന്നിരിക്കണേ. കാട്ടിലും തൊട്ടല്ലേ? നാട്ടിലും തൊട്ടല്ലേ? സിനിമാ തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്ര. ഏട്ടങ്ങടി കാട്ടില് വെള്ളണ്ടാ? എടാ നാട്ടിൽ എവിടാ വെള്ളം? അത് വേനൽക്കാലത്തല്ലേ, ഇപ്പൊ കുറച്ചെങ്കിലും ഇല്ലേ? പാലക്കാട്ട് ഇറങ്ങിയ കാട്ടാനുകളാണ് ഇപ്പൊ ഇവിടെ കുന്നോളത്തേക്ക് എത്തി. അവറ്റൊക്കെ കാട്ടിലേക്ക് തന്നെ കയറി പോയിണ്ടാവും. ഇത് വേറെ ടീം. ഇവിടെ ഈ കുന്നുംകുളത്തുമ്പോ ഏത് കാട്ടിന്നാണ് ഈ ആന ഇറങ്ങി വരുന്നത്? ആരോട് ചോദിക്കണേ? ഞാൻ എന്താ കാട്ടിലെ മൂപ്പന? ഇന്നലെ പുലർച്ചെ 3 മണി നേരത്ത് നമ്മുടെ ഉദയേട്ടന്റെ മരുന്നുകടയുടെ താഴ്ത്ത് 4 ആന നേരായിട്ട് നിൽക്കുക. മരുന്ന് മേടിക്കാനാ ആന വരുന്നത്? ആവും. അല്ല എന്തിനാ ഇങ്ങനെ പൊട്ടി മുളച്ച പോലെ വരാൻ പറ്റില്ലല്ലോ, ഇത് വലിയ വലിയ ജീവിയല്ലേ. ഞാൻ ഇപ്പൊ എന്തുട്ടാ പറയാ, രാത്രി മല ഇറങ്ങി വന്നാവും. ഏത് മല? സീനായി മല. അല്ല പിന്നെ ഈ പാലക്കാട് നിന്ന് ഹൈവേ വഴി കുന്നുകുളത്തേക്ക് എത്താൻ ആനകൾക്ക് അധികം നേരമൊന്നും വേണ്ട. ചാവക്കാട് കടലിന്റെ അവിടേക്ക് ഇവിടുന്ന് എത്ര ദൂരം? കടല് വഴി വന്നേ. ചോദിച്ചതിന് ഉത്തരം പറയേ. ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അത് റോഡ് വഴി. കടലൊന്ന് പൊങ്ങി നേരെ ഇങ്ങോട്ട് വന്നാ 2-3 മിനിറ്റ് കൊണ്ട് സാധനം ഇങ്ങോട്ട് എത്തും. മനസ്സിലായോ? അതേപോലെ ആന ഇങ്ങോട്ട് എത്തുണ്ടാവും. അല്ല ഈ സൂസനും ആലീസൊക്കെ എവിടെ? സൂസനും ആലീസേച്ചി മാത്രല്ല, നാട്ടിലിപ്പോ ഒരൊറ്റ പെണ്ണുങ്ങളും പുറത്തേക്ക് ഇറങ്ങണില്ല. അവിടുന്ന് ശബ്ദം കേട്ടടാ. ഇവിടെ അവിടെ ശബ്ദം കേട്ടടാ. എന്ത് ശബ്ദം? വെറുതെ ആളെ പേടിപ്പിക്കുന്നത്. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ പോരങ്ങട്. ആലിസേച്ചിയാ, ആലിസേച്ചിയാ, ഇവിടെ ആരുമില്ല പഠിച്ചാണ്. ആലിസേ, നീ ഇത് എന്ത് ഭാവിച്ചിന്റെ സുലൈമാൻ ഈ പട്ടാപ്പകൽ ഇങ്ങനെ ഇറങ്ങി നടക്കണേ? എന്തേന്ന്? ആന ഇറങ്ങി കൊല്ലട പൊട്ട. എന്റെ ആലിസേച്ചിയെ, ഐറ്റിങ്ങളൊരൊറ്റ മനുഷ്യജീവിനെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ നിങ്ങക്ക് കേക്കണം, നമ്മളെ ചാട്ടുകുളത്തിലുള്ള അറ്റികൾ ഇങ്ങനെ കുളിക്കണേ കാണണ്ട കാഴ്ച തന്നെയാട്ടോ. അറ്റികൾ ഇങ്ങനെ കുളിക്കുമ്പോണ്ടല്ലോ ഉമ്മച്ചി കൊല്ലാൻ തോന്നും. എന്താ എന്റെ ചേലും കോലും. ആ കൊമ്പിൽ ഇങ്ങനെ കോർത്തെടുക്കുമ്പോ ഇത് തന്നെ പറയണം നീ. എന്റെ ആലീസേച്ചിയെ, പാലക്കാട് നിന്ന് തൃശ്ശൂര് വരെ വരുമ്പോ ഏതൊക്കെ തൊടി കൂടിയും പറമ്പ് കൂടിയാണ് ഐറ്റിങ്ങളൊന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഐറ്റിങ്ങൾ ഉപദ്രവിച്ചാ? ഈ ഓടിട്ട വീടിന്റെ മൂലൊക്കെ അതിന്റെ ഊര തട്ടി പൊളിയണ്ടാന്ന് വെച്ചിട്ട് അത് നൈസായിട്ട് ഗേറ്റ് ഒക്കെ കണ്ടെടുത്ത് മാറ്റി വെച്ചാണ്ട് പോകല്ലേ. അതെന്നെ കുന്നം കൊടുത്ത് നടക്കാൻ പോണ്. അതെല്ലേ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ ശാന്ത ചേച്ചിയുടെ ഉസ്മാനിക്കാന്റെ ഒക്കെ വാഴയും ചേമ്പും ചേനയൊക്കെ നശിപ്പിച്ചതോടാ? ഈ നശിപ്പിച്ചെന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ഭാഷയല്ലേന്ന്. ഐറ്റിങ്ങളൊന്നും മേഞ്ഞതല്ലേ. പിന്നെ ഈ വാഴ ഒക്കെ മാറ്റി വെച്ചിട്ട് അതിന്റെ കായ തിന്നത് പഴിച്ചോണ്ടാ. അത്രക്കല്ലേ ഐറ്റിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മനുഷ്യന്മാരുടെ സ്വസ്ഥത പോയി, അതാണ്ടായ. പിന്നെ അമൃതയ്ക്ക് ഇറങ്ങാനും കൂടി പേടിയാണ് മനുഷ്യന്. നിങ്ങൾ എന്തിനാന്ന് പേടിക്കണത്? ആ കാണുന്ന ഗേറ്റ് ഇല്ലേ, നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. ആ ഗേറ്റ് ഇല്ലേ, അത് നൈസായിട്ട് എടുത്തു വെക്കണം. ഒച്ച കാട്ടാലും അപ്പം വണ്ടി ഔത്ത് കയറി കളി. എന്നിട്ട് തട്ടിന്റെ മുകളിലവിടെ കുത്തിരിക്കുക. പിന്നെ ഓരോ ഒച്ച കേട്ടാലും പുറത്തിറങ്ങരുത്. പിന്നെ ഈ തൂണുണ്ടല്ലോ, ഈ തൂൺ ആന ഒന്ന് പൊളിച്ചാലും ഈ മച്ചിനൊന്നും ആവൂല. അമ്മ ഒരു ഉറപ്പല്ല നിങ്ങളെ തട്ടും പുറത്തുനിന്ന്. നീ ഇപ്പൊ എന്ത് കാര്യത്തിനും കൂടെ വന്ന മനുഷ്യനെ പേടിപ്പിക്കാനാണോ? ഇറങ്ങിപ്പോയിക്കൊന്ന്. ആലിസേച്ചിയെ, ഒന്നും പറയണ്ടെന്ന്. ഈ 3 ടിക്കറ്റ് ഞാൻ അവിടെ കൊറേ നിന്ന് നോക്കി. ആരും എടുക്കല്ല. ഇതൊന്ന് വിറ്റിട്ട് അങ്ങക്ക് വേണത്. എനിക്കൊന്നും വേണ്ട ടിക്കറ്റ്, അല്ലെങ്കിലേ കഷ്ടമല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ സുലൈമാനെ. കുരുവേട്ടനും റാഞ്ചിയും രാവിലെ തന്നെ കടയിലോട്ട് പോയി. അവളുടെ രക്ഷയെ നോക്കി വേലൂർക്ക് പോയി, പിള്ളേരും പോയി. ഞാനൊരാളീ വീട്ടിലൊറ്റക്ക്. ഇവർക്ക് ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? എവിടെയെങ്കിലും എന്നെ കൊണ്ടുവന്നാക്കൂലേ ഇവര്? ആരെ പറഞ്ഞു ഓർക്ക് നിങ്ങളോട് സ്നേഹമില്ലാന്ന്? ആന ഈ വഴിക്ക് വരാന്ന് കണ്ടാല് കുരുവേട്ടനും പ്രാഞ്ചേട്ടനും ഓടിവിടത്തൂലേ? പിന്നെ ആന വരുമ്പോഴത്തേന് ഈ വഴിക്ക് അവരെങ്ങനെ വരും? ഈ വഴിക്ക് പറഞ്ഞാലേ ഇപ്പൊ ആനയും അതിന്റെ കുട്ടികളും കുടുംബം ഒക്കെ പാടെ ചാട്ടുകുളത്തില് നീന്തി നീരാടുക. അവിടുന്ന് അറ്റിങ്ങൾ കേറിട്ട് എവിടക്കാ തിരിയണ നോക്കിയാൽ അപ്പെത്തും പ്രാഞ്ചേട്ടനും കുരുവേട്ടനും. അല്ലെങ്കിൽ ഒരാവശ്യമില്ലാത്ത നേരത്തെ അയാളെപ്പം വരണത്. ഇപ്പൊ ആ മനുഷ്യനെ കാണണില്ല. ഞാൻ ആലിസച്ചിയാ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് നോക്കിന്ന്. സുലൈമാൻ ഇവിടെ കുത്തിരുന്നോളാ. നിങ്ങള് ബേജാറാണ്ട. സുലൈമാൻ കുത്തിരിക്കുന്നു. സത്യാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ 3 ടിക്കറ്റ് ഞാൻ മേടിക്കും.
തന്നെയോ ദാ ഇത് പിടിച്ചാടികള് ഇരിക്കോ? ഇത് പിടിക്കുന്നത് ഞാൻ ഇരിക്കാലി ഞാൻ ഇരിക്കൂ. ഓന്റെ പടച്ച റബ്ബേ ഞാൻ വന്നോട്ടോ. പക്ഷെ പൈസ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ തരുള്ളൂ. എങ്ങനെ നീ പോയിക്കളയോ അല്ലെങ്കിൽ എങ്ങനെ പൈസ അവസാനം ആയിക്കോട്ടെ. പ്രാഞ്ചേട്ടനും കുരുവേട്ടനും വന്നിട്ട് കിട്ടിയാ മതി. എന്റെ ആലിസച്ച സുലൈമാൻ കുത്തിരിക്കുന്നു. ആനം കെട്ട് വന്നോട്ടല്ലേ. സുലൈമാന്റെ ചില കളികൾ ബേജാറാണ്ട. അടുക്കളയിൽ പോയി എന്ത് പണിയാണ് ചെയ്തോളി. സുലൈമാൻ അവിടെ കുത്തിരുന്നോ. അടുക്കള പോവില്ല ഞാൻ. എന്തേ അവിടെ കൂടി വന്നാലോ? അയില വരില്ല. സുലൈമാൻ അറിയില്ല. എനിക്ക് ചൂണ്ടുവാർമ്മക്കറിയാ തന്നെ. പോയിക്കോളി. സുലൈമാന്റെ അടുത്താ കളി. പടച്ച റബ്ബേ. ചേട്ടാ ആവിറ്റുകളാ കുളത്തിന്ന് പുറത്തേക്ക് വരുന്നില്ല. എത്ര ഇക്കണ്ട ജനങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും നിന്ന ആവിറ്റുകൾ എന്തുട്ടാ ചെയ്യാ? ആനകൾ ഇങ്ങനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നാ നമ്മളെന്തുട്ടാ ചെയ്യാ? അത് ശരി. നമ്മളിങ്ങനെ കാട് മുഴുവൻ സ്വന്തമാക്കിയ പിന്നെ അവർക്ക് ജീവിക്കണ്ടേ? മനുഷ്യൻ പഠിക്കട്ടെ. വെച്ചേനൊക്കെ വെടിവെച്ച് കൊന്നൂടെ. നമുക്ക് എന്തുട്ടാ ഗുണം? ഇടയ്ക്ക് കേക്കാം മലമ്പാമ്പ് വന്നു, രാജവമ്പാല വന്നു, പിന്നെ അവറ്റകളൊക്കെ കാട്ടിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വിട്ടു എന്നൊക്കെ. ഇത് എന്തിനത്? അപ്പൊ ഭൂമിയിൽ മനുഷ്യന് മാത്രം ജീവിച്ചാ മതിയെന്നല്ലേ? മനുഷ്യന് മാത്രല്ല നമുക്ക് ഗുണമുള്ള കോഴി, ആട്, താറാവ് അങ്ങനെയൊക്കെ. എന്തൊട്ട് വാർത്താനാണ് വെറുതെ നീ പറഞ്ഞത്? അപ്പൊ കാശുള്ളവര് വിചാരിക്കാണ് എന്തുടന ഈ ഭൂമിയില് പാവങ്ങള്, ദരിദ്രര്, എന്തുടന കറുത്ത വർഗക്കാര്, എന്തിനാ മറ്റു മതസ്ഥര് എന്നൊക്കെ. കഴിവുള്ളവര് മാത്രം ഇവിടെ ജീവിച്ചാ മതി എന്ന് വിചാരിച്ചാലേ എന്തുട്ട് ശരിയല്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊന്നും ശരിയല്ല. എല്ലാവരും ഭൂമിയുടെ അവകാശികളാ. നമ്മടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മള് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണടാ. നമുക്ക് ഈ കണ്ട ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ നമുക്ക് മുമ്പ് ജീവിച്ചവര് കരുതി വെച്ചതാ. ഈ കാണുന്ന വൃക്ഷങ്ങളടക്കം. നമ്മളും മരം നടില്ലേ? നമ്മള് മരം നടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് നശിപ്പിക്കാണ്ടിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി. ഇതൊക്കെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ആ ജീവജാലങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. മറ്റു ജീവികളെ നശിപ്പിക്കുന്നത് ഭയങ്കര നാണക്കേടല്ല, ഉപദ്രവം, ദ്രോഹം, വിവരമില്ലായ്മ. ശരിയാണ്. പക്ഷെ നമുക്ക് ആനകൾ വരണമൊന്നും നിയന്ത്രിക്കണ്ടേ? അതിനൊക്കെയുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിണ്ടാ. നിയന്ത്രണമൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ അധികം ഇവിടെ നിന്ന് സംസാരിച്ചാൽ ചിലപ്പോ ആനകൾ ഇങ്ങോട്ട് കയറി വരും. അപ്പോഴാ അങ്ങനൊന്നുമില്ല. പക്ഷെ നിന്നെ ഇവിടെ കണ്ട ചിലപ്പോ ആനകൾ ഇങ്ങോട്ട് കയറിയോണ്ട് വരും. ഞാൻ പോട്ടെ. ഇനിയിപ്പോ പോട്ടേന്ന് ഏത് വഴിക്കാ പോവാ? ഇങ്ങോട്ട് ചാടാം. ആയോ ആയോ ഇങ്ങോട്ട് പോരെ. എന്താ പരിപാടി? ഇനിയൊന്നുമില്ല. ആന വരുമ്പോഴേക്കും രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. അങ്ങനെ ആവട്ടെ. നമ്മളീ പറയണ മാതിരി ഈ ലോകത്ത് എന്താണ് ഇപ്പൊ ഒരു മൂടൗട്ട്? അതിബുദ്ധിയുള്ള പൊന്മാൻ വെള്ളത്തിൽ മുട്ടയിട്ടു എന്നുള്ളത് കേട്ടിട്ടില്ല നീ? അത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഏത് പൊന്മാനം മുട്ടട്ടെ? അത് പ്രത്യേകിച്ച് പറയാനോ? നിന്റെ അളയമ്മ തന്നെ എന്തോട്ടപ്പ ഉണ്ടായി അത് പറയും. പേര കത്തുമ്പോ വാഴ വെട്ടുക. ഉദാഹരണം വിട്ടിട്ട് കാര്യം തുട്ടച്ചാ പറയണ. ഓണത്തിന്റെ ഇടയ്ക്ക് പൂട്ട് കച്ചവടം തന്നെ. എന്താ പ്രാഞ്ചിയേ? എനിക്കറിയില്ല. എളയപ്പം പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്ക. എന്താ? അതേ, ഈ പൊര കത്തുമ്പോ വാഴ വെട്ടുക, ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം, ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ കഥ. അങ്ങനെ പറഞ്ഞ സംഗതി എന്താ സീരിയസ് ആണല്ലോ. തെളിച്ചു പറയളേപ്പാ. ചേക്കന്മാരെ, അതിവിളവിന് അങ്ങാടിയിലാണ് കഞ്ഞിന്ന് കേട്ടിട്ടില്ലേ? ഇതാ പിന്നെയും പഴഞ്ചൊല്ല് തന്നെ. എന്നാ ആ പഴഞ്ചൊല്ല് മുഴുവൻ എടുത്ത് പുറത്തേക്കിട്, എന്നിട്ട് കാര്യത്തിലേക്ക് വന്നാ മതി. എളേപ്പാ, സംഗതി സീരിയസ് ആണെന്ന് ഞങ്ങക്ക് മനസ്സിലായി. ഇനി വിഷയത്തിലേക്ക് വാ. എടാ, അതിബുദ്ധി ആപത്താണെന്നുള്ളത് തന്നെ കാര്യം. ഞാൻ പോട്ടെ. പോവല്ലേ? അല്ലാണ്ട് പിന്നെ മൂപ്പരുടെ പഴഞ്ചൊല്ല് കേട്ടിട്ട് ഇവിടെ നിന്നാ മതിയോ? കാര്യം പറയട്ടെ. അത് അത്രയും വലിയ പ്രശ്നവും അതാവും. നീ ഒന്ന് ക്ഷമിക്കേ. എളയപ്പം പറ. അതെ, ഉദാഹരണങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം പറയുമ്പോ എന്നെ വിളിച്ചാ മതി. എളയപ്പാ, കാര്യം പറ. ചൂടാവണ്ട, ഞാൻ പറയാം. അതിമോഹം നല്ലതിനല്ലാന്ന് കേട്ടിട്ടില്ലേ? എന്റെ കർത്താവേ, ഈ ഇളാമ കാട്ടിയ പണിയാ. ആന വരുന്നു കേട്ട ഉടനെ ആ നട നനഞ്ഞ് തണുത്ത് നിൽക്കുന്ന ആ പരിയപ്പുറല്ലടാ, അതിന്റെ അടിയിലേ നനഞ്ഞ് നിൽക്കത്തുണ്ട്. അതങ്ങടാ കുത്തി മലത്തിട്ടു. അയ്യോ, എന്തിന്? അതിബുദ്ധി ആപത്തെന്ന് പറഞ്ഞില്ലടാ. ഉദാഹരണം നിർത്തി കാര്യം പറയും. എന്തായാലും അവിടുന്ന് ചോർന്ന് ഒരിക്കലും സ്ഥല. ആന വന്ന് കുത്തി മലർത്തിന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി ചെയ്തതാ. ആന വഴിക്ക് ഒന്നുമില്ല. അതിമോഹമുള്ളവന് അരി അങ്ങാടിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ?
ബാക്കിയുള്ള പെര കുത്തി മത്സരിട്ട് അവൻ ഇപ്പം പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്കുക. തല്ലൂടി പോണേ ആരെ പഴഞ്ചൊല്ലി പറഞ്ഞു? നിങ്ങളും പറഞ്ഞു, മൂപ്പരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഈ മാത്രം ഒന്നും പറഞ്ഞില്ല. ഞാനും ഒരെണ്ണം പറഞ്ഞു. അല്ല പഴഞ്ചൊല്ലിന്റെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തിപ്പോ ഉണ്ടായി? എന്താ അമ്പോ എത്തില്ല. എത്തണേക്കാ മുമ്പേ ഞാനിങ്ങനെ രക്ഷപ്പെട്ടതല്ലേ. കുട്ടികളൊക്കെ പ്രാഞ്ചോട്ടിനോടൊപ്പം സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും. എന്താ ഇങ്ങോട്ട് പോന്നേ? ചേച്ചി ആനകളെ വേലൂര് വഴി മട്ടാഞ്ചേരിക്കാൻ പോണേ. അപ്പൊ അതാണ് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് ഓടിയതല്ലേ? നന്നായി. ഒരാനക്ക് ഇവിടെയും കൂടി നിക്കായിരുന്നു. എന്തിനു? അല്ല ഇവിടത്തെ ചിലരുടെ സ്വഭാവം അറിയാൻ പറ്റിയാനേ എന്ത് ചെയ്യൂന്നറിയണല്ലോ. ആലീസ് ചേച്ചി അങ്ങനെ പറയല്ലേ. ഞാൻ നമ്മുടെ മക്കളുടെ സേഫ്റ്റി കൂടിയല്ലേ ആലോചിച്ചത്. ഞങ്ങളൊന്നും പിന്നെ മനുഷ്യരല്ലോ. ചേച്ചി ഞാൻ എത്ര തവണ വിളിച്ചാ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിട്ട് വന്നോ? ഇല്ലല്ലോ. നോർച്ചിപ്പാറു കള്ളി. ഞാൻ വിളിച്ചില്ലേ? വിളിച്ച്. നീ നിന്റെ അപ്പനെ കാണാൻ പോവാന്നല്ലേ ആദ്യം പറഞ്ഞത്? അപ്പനെ കാണാൻ പോകുമ്പോ ഞാൻ എന്തിനാ? അതല്ലേ ഞാൻ വരാതിരുന്നത്. അത് പിന്നെ എനിക്ക് ആനനെ പേടിയെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? അതും കാട്ടാന. നാട്ടാന എങ്കിൽ പിന്നെ പോട്ടെന്ന് വെക്കായിരുന്നു. ഇതാണ് പറയണത് നിനക്ക് ബുദ്ധിയില്ല മോളെ. സത്യത്തിൽ ഈ കാട്ടാനകൾ പാവാ. ഈ നാട്ടാനകളെയാണ് പേടിക്കേണ്ടത്. അതുങ്ങൾ നമ്മൾ ഈ മനുഷ്യരുടെ സ്വഭാവമൊക്കെ പഠിച്ചിട്ട് ഈ നാട്ടിലിറങ്ങി ഓരോന്ന് നശിപ്പിക്കും. സത്യത്തിൽ കാട്ടാനകൾ എന്ന് പറഞ്ഞാൽ എത്ര നല്ല മനുഷ്യരാന്നറിയോ നിനക്ക്? അതെനിക്കറിയാം. പ്രാഞ്ചിയേട്ടൻ പറഞ്ഞായിരുന്നു ഒരാള് പേടിച്ചകത്ത് കഥം പൂട്ടി ഇരിക്കുകയായിരുന്നു. അത് നിന്റെ പ്രാഞ്ചി പറയും മോളെ. ദേ നീ ഇങ്ങോട്ട് നോക്കിക്കേ. ദേ നമ്മുടെ ഈ ഗേറ്റ് കടന്ന് ഈ വഴി കൂടെ കാട്ടാന കടന്നു പോയത്. ഞാൻ അതുങ്ങൾക്ക് ഇവിടെ കഞ്ഞിവെള്ളം വെച്ചപ്പോഴുണ്ടല്ലോ ഒന്നും മിണ്ടാതെ വന്നത്. അത് ആ തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ട് കുടിച്ചിട്ട് അതങ്ങോട്ട് പോയി. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോയി. വെറുതെ അല്ല അവറ്റൊക്കെ വടക്കാഞ്ചേരിക്ക് പോയത്. ഇവിടെ ആലീസ് ചേച്ചി വെച്ച് കഞ്ഞവെള്ളം കുടിച്ചിട്ടായിരിക്കും. ശരി. ആ സംഭവം ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു രസം തന്നെയായിരുന്നു കേട്ടാ. ഓക്കെ ഓക്കെ. അതേ ആനകള് ആകമല കാട് കയറി പോയി. സമാധാനം ഇല്ല എല്ലാവർക്കും. പാവങ്ങൾ ആറ്റു തോറ്റൊന്നും നാട് കാണാൻ വന്നപ്പോ ഒരു നല്ല വാക്ക്. എന്തിനാ നല്ല വാക്ക്? എല്ലാ ദിവസവും പത്രത്തിലങ്ങ് ഫോട്ടോ സഹിതം നിറഞ്ഞു നിക്കല്ലേ മുതല്. അത് നേരാ. നമ്മൾ അങ്ങനെ കാട്ടിക്കറിക്കാൻ ഏത് പത്രത്തിൽ വരാനാ? എല്ലാ പത്രത്തിലും വരും. പിടിച്ചു പറഞ്ഞിട്ടാവുന്നു മാത്രം. എന്തായാലും ഇന്ന് രാത്രി കുന്നംകുളത്തുകാരൊക്കെ സമാധാനമായിട്ട് അങ്ങോട്ട് ഉറങ്ങും. നാട്ടിലുള്ളവർക്ക് വലിയ സമാധാനം ഒന്നും ഉണ്ടായില്ലെങ്കിലും കാട്ടിലുള്ളവർക്ക് നല്ല സമാധാനം ഉണ്ടാവും. എന്തവൻ ചാടി കളിച്ചു വരുന്നേ? എന്തടാ എന്തുട്ടാ എന്തുപറ്റി? കാര്യം പറ. എന്താ നടക്കണേ? ഇനി ഒരാഴ്ചക്ക് കട തുറക്കാൻ നോക്കണ്ട. നമ്മള് കട ഉമ്മറത്തുള്ള കൊടിമരല്ലേ, അത് എതിർപ്പാട്ടുകാരന്റെ ഓട്ടോറിക്ഷ വന്ന് ഇടിച്ച് മുറിഞ്ഞു. നേരെയൊക്കെ പോരെ. അതിന്റെ ഇടയ്ക്ക് ആകെ വഴക്കായി വാക്കാണായി. നമ്മുടെ ഹരീഷില്ലേ, ആ സുമിത്രയുടെ പേരക്കുട്ടി, അവൻ കുത്തുകൊണ്ട് വീണു. എന്നിട്ട് എന്താ ഹരീഷിന്റെ ഒപ്പമുള്ള ബിനീഷില്ലേ, അവൻ ഗോപിയേട്ടന്റെ മകനെ കുത്തി. മൊത്തത്തിൽ എന്താ പറയണേ? രണ്ടു സ്പോട്ടില് തീർന്നു. കർത്താവേ, ഇങ്ങനെ രണ്ടെണ്ണം തീർന്ന കഥ ചവി ഇങ്ങനെ വലിച്ചു നീട്ടി പറയണേ. ഇങ്ങനെ തന്നെ ടിവിയില് സ്ഥിരം വാർത്ത വായിക്കണ്. ഇപ്പൊ സമാധാനം ഇല്ല എല്ലാവർക്കും. കാട്ടാനകളെ എന്തായിരുന്നു പേടി? ഒരു കോടി പോലെ അവറ്റ നശിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെ കുറച്ച് വെള്ളാനകൾ ഉണ്ട് ഈ നാട്ടില്. മൊത്തം സമാധാനങ്ങളെ. ശരിയാ.